തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ്. വകുപ്പുതല അന്വേഷണം ആദ്യഘട്ടത്തിൽ നടത്തും. സർക്കാർ ഉത്തരവ് വരുന്ന മുറയ്ക്കായിരിക്കും അന്വേഷണം തുടങ്ങുക. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടും. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ഉമേഷ്, ഈ ഡോക്ടറുടെ തുറന്നു പറച്ചിൽ തൊട്ടു പിന്നാലെ ഉണ്ടായ വിവാദം, ഇപ്പോൾ അദ്ദേഹം അവധിയിൽ കൂടിയാണല്ലോ. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടോ? അന്വേഷണം സർക്കാർ ഉത്തരവുണ്ടാകും. എന്താണ് സംഭവിച്ചതെന്ന് തേടി സർക്കാർ ഡിഎംഇയോട് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം ആരംഭിക്കുക. നിലവിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഡിഎംഇ തള്ളുകയാണ്. ഒരു ശസ്ത്രക്രിയ നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് ഡിഎംഇയും ആരോഗ്യമന്ത്രിയും എല്ലാം അറിയിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഉണ്ടായ സാഹചര്യം, അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉണ്ടായ സാഹചര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യം വിശദീകരണം ചോദിക്കും. ഇതോടൊപ്പമായിരിക്കും അന്വേഷണത്തിനും തീരുമാനമെടുക്കുക. എന്തായാലും അന്വേഷണത്തിന് ശേഷമായിരിക്കും വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഹാരിസ് ഡോക്ടർ ഇപ്പോൾ അവധിയിലാണ്. അവധിയിൽ പോയി അദ്ദേഹം എത്ര ദിവസം അവധി തുടരുമെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും സമാനമായ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന നിലയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ ആ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിക്കാൻ ഇപ്പോൾ ഡിഎംഇ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ മുൻപ് നടന്നിരുന്നതിനേക്കാൾ കുറവ് ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ശസ്ത്രക്രിയ മാറ്റിവെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ പരിധിയിൽ വരും. ഉന്മേഷ്, ക്രിസ്റ്റീന. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്.